ഉത്തരേന്ത്യയിലൊക്കെ ഈ കൗണ്ടർ പോളറൈസേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം പോളറൈസേഷന് നേരെ വിപരീതമായിട്ട് കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വളരെ സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ്. ബീഹാർ ഇലക്ഷനിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വെസ്റ്റേൺ ഉത്തർപ്രദേശിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൗണ്ടർ പോളറൈസേഷൻ, ഇന്ത്യയിൽ ഇപ്പോൾ പൊതുവേ ഈ ഒരു കൗണ്ടർ പോളറൈസേഷൻ വളരെ സ്ട്രോങ് ആണ്. എവിടെ ആര് പോളറൈസ് ചെയ്യപ്പെടുന്നോ അതിനൊരു കൗണ്ടർ പോളറൈസേഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പം മുസ്ലിം പോളറൈസേഷന് നേർ വിപരീതമായിട്ട് ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാകുന്നു. മുസ്ലിങ്ങൾ സംഘടിതരായിട്ട് വോട്ട് ചെയ്യുമ്പോൾ അതിന് വിപരീതമായിട്ട് ഹിന്ദുക്കൾ സംഘടിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ പരമപ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. BJP പല മണ്ഡലങ്ങളും ഉത്തരേന്ത്യയിലൊക്കെ 50% വോട്ടൊക്കെ നേടുന്നത് ഇതിൻ്റെ ഒരു ബലത്തിലാണ്. ഈ ഒരു കൗണ്ടർ പോളറൈസേഷൻ അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പ്രോസസ്സായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ മാറുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് നടക്കില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം UDFനും LDFനും അടുത്ത കാലം വരെയുണ്ട്. ഇപ്പോഴും അവർ അതിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഈ ഹിന്ദു പോളറൈസേഷൻ അല്ലെങ്കിൽ ഒരു കൗണ്ടർ പോളറൈസേഷൻ ഉണ്ടാവില്ല, ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ UDFും LDFും പോകുന്നത്. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില റിസൾട്ടുകൾ നോക്കുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പെല്ലാം അതാണ് കാണിക്കുന്നത്.